കടല വേവിക്കാൻ വേണ്ടിട്ട് കുക്കർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? എന്റെ അച്ഛൻ മേടിച്ചെന്ന കുക്കറാ, വിസിലടിക്കും. അപ്പൊ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മിക്സി ചോദിച്ചപ്പോഴോ? അതെന്റെ അച്ഛൻ മേടിച്ചെന്ന മിക്സിയാ, സൗണ്ട് ഉണ്ടാക്കും. അതൊക്കെ പോട്ടെ, തുണി അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? അതെന്റെ അച്ഛൻ മേടിച്ചെന്ന വാഷിംഗ് മെഷീന് കറങ്ങും. അതും പോട്ടെ, കുളിച്ചോണ്ടിരുന്നപ്പോ വെള്ളം തീർന്ന് മോട്ടർ ഇടാൻ പറഞ്ഞപ്പോ ചേച്ചി എന്താ പറഞ്ഞേ? അതെന്റെ അച്ഛന്റെ പേരിലുള്ള മോട്ടർ. അതേത് പേര്? CRM ആകാശ് പമ്പം. ചൂട് സഹിക്കാൻ വേണ്ട ഫാൻ ഇട്ടപ്പോ എന്താ പറഞ്ഞേ? അതെന്റെ അമ്മയുടെ പേരിലുള്ള ഫാനാ, കറക്കൂല ഞാൻ. അതേത് പേര്? ഉഷാ ഫാൻ. എന്റെ അമ്മയുടെ വണ്ണത്തിയൊന്നുമല്ലേ? ഒക്കെ പോട്ടെ, കുളി കഴിഞ്ഞ് നനഞ്ഞ കാലമായിട്ട് ഹാളിൽ വന്നപ്പോ മാർബിൾ ചവിട്ടാൻ പാടില്ല, ചേച്ചിയുടെ അപ്പന്റെ മാർബിൾ ആണെന്ന്. അത് ഏത് മാർബിള്? കണ്ടിട്ടില്ലേ റോഡ് സൈഡിലൊക്കെ ടയറും ചുറ്റി പിടിച്ചിട്ട് ഇതിങ്ങനെയൊക്കെ നിൽക്കണേ? അതുകൊണ്ട് അപ്പനാ രാജസ്ഥാനിലായിരുന്നു. അത് ചേച്ചിയുടെ അപ്പനായിരുന്നാ? കല്യാണത്തിന് വന്നപ്പോ ഒന്നും മെലിഞ്ഞിട്ടാണെന്നല്ലോ. അതെന്റെ അച്ഛൻ ജിമ്മിലൊക്കെ പോയി ഡയറ്റ് എടുത്ത് സെറ്റായി. ബിക്കോസ് മൈ ഫാദർ ഇസ് എ ബീച്ച്. അത് കാശുള്ളവരങ്ങനെയൊക്കെ പറയും. അതെ അതെ അതെ, TV കിട്ടാത്തതിന് ചുരുക്കാണെന്നൊക്കെ മനസ്സിലായി, അതങ്ങ് സമ്മതിച്ചേക്ക്. ഒന്ന് പോടാ, ഞങ്ങൾക്ക് TV മേടിക്കണേ, ഞങ്ങൾക്ക് മേടിക്കാൻ അറിയാം. എന്നാ പിന്നെ ഒന്ന് മേടിച്ച് കാണിക്കേ. മേടിച്ച് കാണിക്കും. നിങ്ങളൊക്കെ താഴെ ഇരിക്കുന്ന ടിവിനെക്കാട്ടും വലിയൊരു TV ഉണ്ടല്ലോ, ഞാൻ മേടിച്ചിരിക്കും. അതിനിവിടെ കെട്ടുകാലി വിൽക്കാൻ വേണ്ടി ഞാൻ തയ്യാറാ. കെട്ടുതാലിയാണ് ഇപ്പൊ അകത്ത് കിടന്ന് കറങ്ങുന്നത്. വാഷിംഗ് മെഷീനല്ലേ? കമ്മൽ, ഫാനാ വളെ, വേണ്ടേ വണ്ടിയാ. അപ്പൊ കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചാലും കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഇവിടെ കിടിലൻ TV കൊണ്ടുവന്നിരിക്കും.